യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. സാധാരണ ലേഖനങ്ങളിലുള്ളതുപോലെ അഭിവാദ്യങ്ങളും ഉപസംഹാരവും ഇതിനുണ്ട്. യേശുക്രിസ്തുവിന്റെ അനുയായികൾ പരസ്പരം സ്നേഹിക്കണമെന്നും സത്യം അനുസരിക്കണമെന്നും ഈ ലേഖനം ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തു വിശ്വാസികളെ പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടാതെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കളും ക്രിസ്തു വിരോധികളുമായവർക്കെതിരെ ഈ ലേഖനം മുന്നറിയിപ്പും നൽകുന്നു. ഈ വ്യാജന്മാരെ വിശ്വാസികൾ സ്വാഗതം ചെയ്യരുതെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. മാന്യ നായിക, മാന്യ സഹോദരി എന്നിവ വ്യക്തിഗതമായ പരാമർശത്തെക്കാൾ വിശ്വാസികളുടെ രണ്ടു കൂട്ടത്തെക്കുറിച്ചായിരിക്കും സൂചിപ്പിക്കുന്നത്. 1 മുതൽ 3 വരെ അഭിവാദനം, 4 മുതൽ 11 വരെ സത്യവും സ്നേഹവും, 12ഉം 13ഉം സമാപനാശംസകൾ. യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും മക്കൾക്കും മൂപ്പനായി ഞാൻ എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യമുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നതു തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യമുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ: യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. നിങ്ങൾക്കെഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷികൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അവിടത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു.